ഇന്നത്തെ വിശുദ്ധമായ ആരാധനയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സഭയുടെ പ്രതിഷ്ഠാ ദിനമായിട്ട് പ്രത്യേകമായിട്ട് വേർതിരിക്കുന്ന ഈ ദിവസത്തെ ആരാധനയിൽ നമുക്കൊരുമിച്ച് പങ്കുചേരാം. ഒപ്പം നമ്മെ തന്നെ ദൈവമുൻപാകെ സമർപ്പിക്കുവാനും സഭയുടെ അടിസ്ഥാന ദൗത്യങ്ങളിൽ ഊന്നിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തെ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ പുനഃപ്രതിഷ്ഠിപ്പാനും നമുക്ക് ഇടയായി തീരണം എന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യും. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ടാവും നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തതായി ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകും. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകും. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം. അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾക്കുവാനും കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് അടുത്തു വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം.
ദൈവസന്നിധിയിൽ നമ്മുടെ മുട്ടുകളെ മടങ്ങിയിരിക്കുമ്പോൾ തന്നെ അല്പസമയം മൗനമായിരുന്ന് നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. സഭയുടെ സ്ഥാപനം മുതൽ നാളിന്ന് വരെ ദൈവം നമ്മെ അനുഗ്രഹത്തോടെ നടത്തി. പിന്നിട്ട വഴികളിലെ പാപങ്ങളും വീഴ്ചകളും കുറവുകളും വലിയവനായ ദൈവം നമ്മോട് ക്ഷമിച്ച് ഈ അനുഗ്രഹത്തോടെ, വലിയ അനുഗ്രഹങ്ങളോട് ദൈവം ഈ നാൾ വരെയും നമ്മെ നടത്തിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവമേ, ഞങ്ങളുടെ അടിസ്ഥാന ധർമ്മങ്ങളിൽ നിന്ന്, അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോയ ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവഭാഗം നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ വാക്കുകളിൽ, നടപ്പിൽ, പ്രവൃത്തിയിൽ, ചിന്തകളിലൊക്കെ വന്നുപോയ കുറവുകളെ ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഒരു നിമിഷം മൗനമായിട്ട് നമുക്ക് ഏറ്റുപറഞ്ഞ് അനുഭവിക്കാം. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ടു നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധ വഴികൾ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവേ. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്കും ഞങ്ങളുടെ അയൽക്കാർക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ലായിട്ടില്ലത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി വിട്ടാകുന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശു ക്രിസ്തുവും ഞങ്ങളുടെ സകലപാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷി ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയവും ക്ഷമിപ്പാണ്ടൊക്കെ പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന് ബോധനായി ജീവന പുതുക്കത്തിൽ മേലാൽ നിന്നെ സേവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യമായ ക്രിസ്തുവിൽ കൂടെ തങ്കിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴികൾക്ക് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികുകയും തങ്ങളുടെ സഹോദരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്നും തൻ്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ചു സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവങ്ങളിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കാലത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. ദേവാലയ പ്രതിഷ്ഠാ ഞായർ. ഉന്നതനും വിശുദ്ധനുമായ നിത്യനാം ദൈവമേ, ഒരു കെട്ടിടത്തിനും ദൈവമഹത്വം ഉൾക്കൊള്ളുവാനും
നിന്റെ സ്നേഹത്തിൻ്റെ അത്ഭുതങ്ങളെ വെളിവാക്കുവാനും സാധ്യമല്ലല്ലോ. സന്മനസ്സോടുകൂടെ വരുവാനുള്ള സ്ഥലമായി ഈ കെട്ടിടം ഉപയോഗിപ്പാനും സന്തോഷത്തോടെ നിന്നെ ആരാധിപ്പാനും വചനം പഠിക്കുന്നതിലൂടെ നീ സത്യം ഗ്രഹിപ്പാനും നീ ഞങ്ങളെ സഹായിക്കണമേ. ഇവിടുത്തെ എല്ലാ കൂടിവരവുകളിലേക്കും നിന്റെ ആശീർവാദമുണ്ടായി പ്രവർത്തന നിരതമായ ദൈവത്തിൻ്റെ അടയാളമായി ഈ കെട്ടിടം നിലനിൽക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. 84-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 84. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! പുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ബലം പിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഞങ്ങളുടെ പരിചയമായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവന് നന്മയും മുടക്കുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷം മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെയുള്ള ദൈവത്തിരുവചനങ്ങളെ കേൾപ്പിൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെയുള്ള ദൈവത്തിരുവചനങ്ങളെ കേൾപ്പിൻ. യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന് താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തുവാകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. നമ്മുടെ കർത്താവിൻ്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ദൈവവചന ശുശ്രൂഷയ്ക്ക് മുൻപായി ക്രിസ്തീയ ഗീതങ്ങളിൽ 401-ാമത്തെ ഗീതം നമുക്ക് പാടാം. ഗീതം 401. ഞങ്ങളെല്ലാം
പ്രിയ ഭിക്ഷാപുത്രനോ സാദരം സ്തുതി സ്തോത്രം എന്നും പ്രാർത്ഥിക്കും. മഹാപരിശുദ്ധനും നിത്യമാകുന്ന ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായൊരു ദിവസത്തിൻ്റെ കർത്താവെ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുവാൻ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ അടിയങ്ങളായിരിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിക്കുവാനും അങ്ങയുടെ വചനത്താൽ കർത്താവെ ഞങ്ങളെ ഒന്ന് ശോധന ചെയ്യുവാനും വണക്കത്തോടും കർത്താവെ അനുതാപ ഹൃദയത്തോടും കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് വിശുദ്ധ മേശയുടെ അനുഭവത്തിലേക്കൊക്കെ കടന്നു വരുവാനും പുതുക്കപ്പെട്ടവരായി കർത്താവെ ഈ ലോകത്തിലെ ജീവിപ്പാനോട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയങ്ങളുടെ വചനത്തിൽ നിന്ന് ധ്യാനിക്കട്ടെ. ദൈവത്തിന് ധാരാളമായ കൃപയിൽ അടിയങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയ തോന്നി കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സർവശക്തനായ ദൈവം ഒരവസരം കൂടെ ദാനമായിട്ട് നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. സഭയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ദിവസത്തിലായിരിക്കുമല്ലോ നാം ആയിരിക്കുന്നത്. ദേവാലയ പ്രതിഷ്ഠാ ദിനമായിട്ട് ഈ നാളുകൾ നമ്മൾ ആചരിക്കുമ്പോൾ നാം ആയിരിക്കുന്നത് ദൈവസന്നിധിയിൽ സ്തോത്രത്തോടുകൂടെ ആണ്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മുടെ സഭയെ നടത്തിയതോർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്ന അനുഭവങ്ങളാണ് ദേവാലയ പ്രതിഷ്ഠാ ദിനങ്ങൾ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഒരു സ്തോത്രത്തിൻ്റെതായ അനുഭവത്തോടുകൂടെ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഹൃദയത്തിൻ്റെ നിറവോടുകൂടി ആയിരിക്കാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കി തീർക്കട്ടെ. പ്രത്യേകിച്ച് ഒരു സ്തോത്ര ദിനമായിട്ട് നാം ആചരിക്കുമ്പോൾ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് മടങ്ങിപ്പോകേണ്ടത് ആവശ്യമാണ്. ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് മടങ്ങിപ്പോകുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ പഴയകാല ചിന്തകളിലേക്ക്, പഴയകാല ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മാത്രമേ ദൈവസന്നിധിയിൽ യഥാർത്ഥമായിട്ട് സ്തോത്രം ചെയ്യുവാനായിട്ട് നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് സഭയുടെ കഴിഞ്ഞകാല വളർച്ചയെയും പ്രവർത്തനത്തെയും ശുശ്രൂഷകളെയും കുറിച്ച് ഓർക്കുകയും ആ കാലഘട്ടങ്ങളിൽ നാം അനുഭവിച്ചതായിട്ടുള്ള ദൈവ കൃപകളെ ഓർക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായി ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ കരയറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ സഭയെ സംബന്ധിച്ച് നോക്കുമ്പോൾ, നമ്മുടെ ഇടവകയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 185 അധികം വർഷം ഉള്ള ഒരു ചരിത്രത്തെക്കുറിച്ച് ഓർക്കുവാനായിട്ട് നമുക്ക് കഴിയും. സഭയുടെ ചരിത്രത്തിൽ സ്വർണ്ണലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടതായിട്ടുള്ള സഭയുടെ ചരിത്രം, പ്രത്യേകിച്ച് നമ്മുടെ ദേവാലയത്തിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ 1836 മുതലുള്ള സഭയുടെ ചരിത്രത്തെക്കുറിച്ച്, അതിൻ്റെ നാൾ വഴികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെ ദേവാലയം സ്ഥാപിതമായിരിക്കുന്ന സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് സ്നാപ യോഹന്നാൻ്റെ നാമത്തിലാണ് ഈ ദേവാലയം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചിന്തകളിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ എനിക്ക് വളരെ അർത്ഥവത്തായിട്ട് ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് വളരെ അർത്ഥവത്തായിട്ട് തോന്നി. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് 185 അല്ലെങ്കിൽ അതിലധികം വർഷങ്ങൾക്ക് മുമ്പ്, 200 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കടന്നു വന്നതായിട്ടുള്ള മിഷണറിമാരുടെ അക്ഷീണമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ആലപ്പുഴയിലും കൊല്ലത്തും കോട്ടയത്തും വിവിധ മേഖലകളിൽ സുവിശേഷത്തിൻ്റെ വലിയ പ്രവർത്തനങ്ങൾ നടന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ദേവാലയങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ദേവാലയങ്ങൾ രൂപപ്പെടുകയും അതിലൂടെ വിശ്വാസ സമൂഹം വിശ്വാസത്തിൽ വളർന്നു വരികയും ചെയ്തത്. സ്നാപക യോഹന്നാൻ്റെ നാമത്തിൽ ഈ ദേവാലയം പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഈ ദേവാലയത്തിന് അങ്ങനെ ഒരു പേര് നൽകപ്പെടുമ്പോൾ, ഞാൻ വിചാരിക്കുന്നത് ഒരു മിഷണറി പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചയുടെ ചരിത്രമാണ് സഭയ്ക്ക് പറയുവാനായിട്ട് ഉള്ളത്.
യേശുവിൻ്റെ വരവിനെക്കുറിച്ച് വിളിച്ചറിയിക്കുവാനായിട്ടുള്ള ദൗത്യം, ആ മിഷൻ ഏറ്റെടുത്തതായിട്ടുള്ള വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. മനുഷ്യനെ പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നതായിട്ടുള്ള ദൈവപുത്രനായ ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷിക്കുവാൻ, സാക്ഷ്യം പറയുവാൻ, ഈ ലോകത്തിനെ കാണിച്ചു കൊടുക്കുവാൻ, പരിചയപ്പെടുത്തി കൊടുക്കുവാനുള്ള ഒരു വലിയ ദൗത്യത്തെ ഏറ്റെടുത്തതായിട്ടുള്ള വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. നമ്മുടെ സഭയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്നതായിട്ടുള്ള മിഷണറിമാർ ആ ദൗത്യത്തെയാണ് ഏറ്റെടുത്തത്. അവർ അനുഭവിച്ചതായിട്ടുള്ള ദൈവിക സ്നേഹത്തെ, അവർ അനുഭവിച്ചതായിട്ടുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അവർ രുചിച്ചറിഞ്ഞപ്പോൾ അവർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് കടന്നു ചെന്ന് ഈ ക്രിസ്തുവിനെക്കുറിച്ച് എമ്പാടും പ്രസംഗിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ പ്രസംഗിച്ചതിൻ്റെ, അങ്ങനെ ശുശ്രൂഷ ചെയ്തതിൻ്റെ, അങ്ങനെ ക്രിസ്തുവിനെ ഈ ഇരുണ്ട ദേശത്ത് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ക്രിസ്തുവിനെ അറിയുവാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ, മിഷണറിമാരോടൊപ്പം ഈ ദേശത്ത് ഒരു ദേവാലയത്തെ കെട്ടിപ്പടുക്കുവാനും അതിൻ്റെ അനുഭവത്തിൽ ഇന്നും തലമുറകൾ ദൈവത്തെ ആരാധിക്കുന്ന വളരെ ചരിത്രമുള്ള ഒരു ദേവാലയമായിട്ട് ഇന്ന് നിലനിൽക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. അതുകൊണ്ട് സ്നാപക യോഹന്നാൻ്റെ ചരിത്രത്തിൻ്റെ അനുഭവത്തെയും മിഷണറിമാർ ഇവിടെ കടന്നു വന്നതായിട്ടുള്ള ചരിത്രത്തിൻ്റെ അനുഭവത്തെയും ഇന്ന് സഭ ചെയ്യുന്നതായിട്ടുള്ള മിഷൻ പ്രവർത്തനങ്ങളുടെ അനുഭവത്തെയൊക്കെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ, കൂട്ടി വായിക്കുമ്പോൾ ദൈവത്താൽ ഏൽപ്പിക്കപ്പെട്ട ഒരു വലിയ ശുശ്രൂഷയാണ് പള്ളം സെൻറ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് CSI ഇടവക എന്ന നമ്മുടെ ഇടവക ഈ നാളുകളിൽ നിർവഹിച്ചുകൊണ്ട് ഇരിക്കുന്നു. അതുകൊണ്ട് ഇതിനെയൊക്കെ ചേർത്ത് വായിച്ചപ്പോൾ എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നി. നാം ഒരു സഭയായിട്ട് ഈ ദേശത്തായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഒരുപാട് നന്ദി കരയേറ്റേണ്ടതായിട്ടുണ്ട്. ഈ സഭയുടെ ചരിത്രത്തെ കുറിച്ച്, ഇവിടെ പ്രവർത്തിച്ചവരെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, നമ്മുടെ ദേവാലയത്തിൻ്റെ ഈ പ്രവേശന കവാടത്തിൽ ഇവിടെ പ്രവർത്തിച്ചതായിട്ടുള്ള വികാരിമാരെക്കുറിച്ച് അല്ലെങ്കിൽ ശുശ്രൂഷകരെക്കുറിച്ച് അവിടെ ഒരു ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. വിദേശ മിഷണറിമാരായി വൈദികരായിട്ട് ഇവിടെ കടന്നു വന്ന ഹെൻറി ബേക്കർ സീനിയർ, ഹെൻറി ബേക്കർ ജൂനിയർ, റെവറൻഡ് എഡ്മണ്ട് ജോൺസൺ, റെവറൻഡ് ഹെൻറി ആൻഡ്രൂ തുടങ്ങിയ വിദേശ മിഷണറിമാരായ വൈദികർ ഈ സഭയുടെ ചരിത്രത്തിൽ ഈ ദേവാലയത്തിലെ ശുശ്രൂഷകൾ നിർവഹിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നാട്ടുപട്ടക്കാരായിട്ടുള്ള പട്ടക്കാരെ കടന്നു വരികയും ശുശ്രൂഷകളെ നിർവഹിക്കുകയൊക്കെ ചെയ്തത്. 4ഓളം വിദേശ മിഷണറിമാർ അല്ലെങ്കിൽ വിദേശ വൈദികർ ഇവിടെ ശുശ്രൂഷ, ഈ ദേവാലയത്തിൽ, ഈ പ്രദേശത്തെ ശുശ്രൂഷ ചെയ്തതിൻ്റെ ചരിത്രം നമ്മുടെ ഈ സഭയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, മുന്നോട്ടുള്ള ചരിത്രങ്ങളെയൊക്കെ പഠിക്കുമ്പോൾ ആർച്ച് ഡീക്കനായിട്ട് ഉയർത്തപ്പെട്ട റവറൻഡ് ജെ ചാണ്ടിയച്ചൻ, അതുമാത്രമല്ല CSI മധ്യകാല മഹായുടെ സഭയുടെ ബിഷപ്പുമാരായി ഉയർത്തപ്പെട്ട MM ജോൺ തിരുമേനി, MC മാണി തിരുമേനിമാർ ഒക്കെ ഈ സഭയുടെ വികാരിമാരായിട്ട് പ്രവർത്തിച്ചതായിട്ടുള്ള ചരിത്രവും ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, സഭയുടെ മക്കളായിട്ട് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ മുൻ നാളുകളിലും ഈ നാളുകളിലുമുള്ളത് സഭയുടെ വലിയ ഒരു ദൗത്യത്തെ നമുക്ക് ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള ഒരനുഭവമാണ്, ബിഷപ്പ് ജേക്കബ് ഉൾപ്പെടെ. അതുകൊണ്ട് സഭയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനത്തിൻ്റെ അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മഹായിടവകയുടെ പ്രഥമ ബിഷപ്പായിരിക്കുന്ന ബിഷപ്പ് സ്പീച്ച്ലി, നമുക്കറിയാം ഈ സഭയോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ബുക്കാന കോമ്പൗണ്ടിൽ ആണ് ബിഷപ്പ് സ്പീച്ച്ലിയെ ചില നാളുകൾ താമസിച്ചത്. ഇവിടെ താമസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം ബുക്കാനൻ കോമ്പൗണ്ടിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബിഷപ്പ് സ്പീച്ച്ലി ബംഗ്ലാവ് ഇന്നും ഒരു ചരിത്ര സ്മാരകമായിട്ട് മിഷൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു വലിയ വിളക്കായിട്ട് ഇന്നും അവിടെ ശോഭിച്ച് നിൽക്കുന്നതായിട്ടുള്ള അനുഭവം നമുക്കുണ്ട്. ഇന്നും ആ കെട്ടിടങ്ങൾ നാം കാണുമ്പോൾ സഭയുടെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു പോകേണ്ടത് ആവശ്യമാണ്. ഇവിടെ കടന്നു വന്നതായിട്ടുള്ള മിഷണറിമാരും പ്രവർത്തകരും ഈ ദേശത്തിനും സഭയ്ക്കും ഇവിടെയുള്ള ജനങ്ങൾക്കും ചെയ്തതായിട്ടുള്ള ശുശ്രൂഷയെക്കുറിച്ച് ഓർക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ബുക്കാന ഗേൾസ് ഹൈസ്കൂൾ 1871 മുതലുള്ള ചരിത്രത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ബുക്കാന കോമ്പൗണ്ടിലുള്ള എല്ലാ സ്ഥാപനങ്ങളും 100ഉം 150ഉം വർഷങ്ങളുടെ പഴക്കവും ചരിത്രത്തിൻ്റെ
കഥകളും നമ്മളോട് പറയുവാനായിട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നാൾക്ക് നാൾ സഭയുടെ പ്രവർത്തനങ്ങളും ശുശ്രൂഷകളും വളർന്നു വന്നതിൻ്റെ അനുഭവത്തിൽ പുതിയ വിദ്യാഭ്യാസ രീതിയെ ഉൾക്കൊള്ളുവാനും അതിൻ്റെ ഭാഗമായിട്ട് ബിഷപ്പ് സ്പീച്ച്ലി വിദ്യാപീഠ എന്ന സ്ഥാപനവും ബിഷപ്പ് സ്പീച്ച്ലി കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് എന്ന കോളേജും ഒക്കെ ഒരു കോമ്പൗണ്ടിൽ തന്നെ സ്ഥാപിക്കുവാൻ, അതായത് സഭയുടെ ഒരു വലിയ ദൗത്യമായിട്ടുള്ള ഈ മിഷൻ പ്രവർത്തനം, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ സമൂഹത്തിലുള്ള എല്ലാവർക്കും ലഭിക്കത്തക്ക രീതിയിൽ കൊടുക്കുവാനായിട്ടൊക്കെ ഈ നാളുകളിൽ നമുക്ക് സാധിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. മാത്രമല്ല, സഭയുടെ ആതുര സേവന ശുശ്രൂഷയുടെ ഭാഗമായിട്ടുള്ള ഒരു വലിയ ചരിത്രം തന്നെ പറയുവാനായിട്ട് ബിഷപ്പ് ജേക്കബ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന സ്ഥാപനത്തിന്, അല്ലെങ്കിൽ ആ ആതുര സേവന ശുശ്രൂഷയ്ക്ക് പറയുവാനായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തുടർന്ന് അലിവ് പാലിയേറ്റീവ് കെയർ എന്നുള്ള സ്ഥാപനവും അവിടെ ആരംഭിക്കുവാനായിട്ട് സാധിച്ചത് സഭയുടെ മിഷൻ ദൗത്യത്തിൻ്റെ അനുഭവമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്, കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളനുസരിച്ചുകൊണ്ട് സഭയുടെ വിവിധമായ പ്രവർത്തനങ്ങൾ, അത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളായാലും ആതുര സേവന ശുശ്രൂഷ മേഖലയിലുള്ള പ്രവർത്തനങ്ങളായാലും ഒക്കെ ഈ നാളുകളിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് നാം ശ്രദ്ധിക്കുകയും അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നന്ദി കരയറ്റുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നിർദ്ധനരായിട്ടുള്ള പെൺകുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള CSI ഗേൾസ് ഹോം, ഇങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളെ ഈ നാളുകളിൽ മധ്യകാല മഹായിടവകയുടെ ശുശ്രൂഷയോട് ചേർന്ന് നിന്നുകൊണ്ട് പള്ളം സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് CSI ഇടവക ഈ നാളുകളിൽ ചെയ്യുന്നത് നാം നന്ദിയോടെ ഓർക്കുകയും ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടൊരു വലിയ ചരിത്ര പ്രവർത്തനങ്ങളുടെ അനുഭവത്തെ നമുക്ക് ഈ നാളുകളിൽ കാണുവാനായിട്ട്, മനസ്സിലാക്കുവാനായിട്ടും ദൈവത്തിന് നന്ദി കരയറ്റുവാനായിട്ടും കഴിയും. ക്രിസ്തുവിൻ്റെ 3 പ്രവർത്തനങ്ങൾ, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലെ 3 പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ സ്ഥാപനങ്ങളിലൂടെയൊക്കെ നടത്തപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിൻ്റെ പ്രവർത്തന മേഖലകളിലെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ടീച്ചിങ്, പ്രീച്ചിങ് ആൻഡ് ഹീലിംഗ് എന്നുള്ള ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ സഭയുടെ നേതൃത്വത്തിൽ ബുക്കാന കോമ്പൗണ്ടിൽ നടത്തപ്പെടുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ശുശ്രൂഷയായിട്ട് നമ്മൾ കാണുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യണം. ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ, നമ്മുടെ സ്കൂളുകളിലൂടെ, നമ്മുടെ ഹോസ്റ്റലുകളിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ടീച്ചിങ്, വിദ്യാഭ്യാസം സഭയ്ക്ക്, സമൂഹത്തിന്, ദേശത്തിനൊക്കെ കൊടുക്കുവാൻ കഴിയുന്ന ശുശ്രൂഷ നമ്മുടെ ഈ കോമ്പൗണ്ടിലൂടെ നടത്തപ്പെടുന്നുണ്ട്. പ്രീച്ചിങ്, ഈ ദേശത്തിന് ആവശ്യമാകുന്ന സുവിശേഷത്തിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കുവാൻ, സുവിശേഷം പ്രസംഗിക്കപ്പെടുവാൻ, സുവിശേഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമ്മുടെ ഈ ആലയത്തിലൂടെയും നമ്മുടെ ബുക്കാനൻ കോമ്പൗണ്ടിലുള്ള സ്ഥാപനങ്ങളിലൂടെയും ആ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഹീലിംഗ്, ആതുര സേവന ശുശ്രൂഷ മേഖലയിലും കർത്താവിൻ്റെ ഒരു വലിയ ശുശ്രൂഷയുടെ ഭാഗമായിരുന്നു ഹീലിംഗ്. ആ ഒരു പ്രവർത്തനത്തെ കൂടെ നമുക്ക് ഏറ്റെടുത്ത് ചെയ്യുവാനായിട്ട് BJM ഹോസ്പിറ്റലിലൂടെയും അലിവ് പാലിയേറ്റീവ് കെയറിലൂടെ ഒക്കെ നമുക്ക് സാധ്യമായിട്ട് തീരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്, ചരിത്രത്തിലേക്ക് നാം ഒന്ന് നോക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി കരയറ്റുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ച് അറിയേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, സഭ ഈ നാളുകളിൽ വിവിധമായിട്ടുള്ള ശുശ്രൂഷകളെ ഏറ്റെടുത്ത് ചെയ്യുന്നതും ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ ഇടവകയിൽ ചുറ്റുപാടുകളിലുള്ള 10 കുടുംബങ്ങൾക്ക് എല്ലാ മാസവും വേണ്ടുന്നതായിട്ടുള്ള സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി എല്ലാ മാസവും 10 കുടുംബങ്ങൾക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു സുവിശേഷ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. സഭയുടെ വിവിധമായ സംഘടനകളായ യുവജന പ്രസ്ഥാനവും അതോടൊപ്പം തന്നെ സ്ത്രീജന സഖ്യവും യങ് കപ്പിൾസ് ഫെലോഷിപ്പും ഒക്കെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് ഈ ഒരു വലിയ ശുശ്രൂഷയുടെ, ഈ ഒരു വലിയ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. റൈസ് ഓഫ് ഹോപ്പ് എന്ന രീതിയിൽ നമ്മൾ ക്യാൻസർ രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. യുവജന പ്രസ്ഥാനത്തിൻ്റെ നന്മയെന്നും കരുതാൻ കൈകോർക്കാം എന്നുള്ള പദ്ധതികളിലൂടെ ഒക്കെ നിർധനരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടി, ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നതും ഈ സുവിശേഷ ദൗത്യത്തിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിപ്പാനും, അത് നമ്മുടെ ദൗത്യമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. അതുമാത്രമല്ല, സഭയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ ഈ നാളുകളിൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, പ്രതിഷ്ഠാ ദിനത്തിൽ ലഭിക്കുന്നതായിട്ടുള്ള കവറുകളിൽ നിന്ന് അതിൽ ലഭിക്കുന്ന തുകയാണ്
സഭ സന്ധിക്കുന്നതായിട്ടുള്ള 7 മിഷണറിമാർക്ക് നമ്മൾ ശുശ്രൂഷയ്ക്കായിട്ട് അവരുടെ ശമ്പളമായിട്ട് നമ്മൾ കൊടുക്കുന്നു. അത് വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു അനുഭവമാണ്. പ്രതിഷ്ഠാ ദിനത്തിൽ ഈ സഭ ഈ ദേശത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട, അല്ലെങ്കിൽ ഈ സഭ ഈ ദേശത്ത് രൂപപ്പെട്ടതിൻ്റെ ഓർമ്മപ്പെടുത്തലിൻ്റെ അനുഭവമായി അതിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള തുകകൾ, അതും മിഷണറി പ്രവർത്തനത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചൊരു വലിയ ശുശ്രൂഷയുടെ അനുഭവമാണെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. 7 മിഷണറിമാരെ ഈ നാളുകളിൽ നമ്മൾ സന്ധിച്ചുകൊണ്ടിരിക്കുന്നു. പക്കാലിലും തെലങ്കാനയിലും കാട്രപ്പള്ളിയിലും ചർക്കാരിയിലും ബിലായിലും ഒക്കെയുള്ള മിഷണറിമാരെ ഈ നാളുകളിൽ നമ്മൾ സന്ധിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിഷ്ഠാ ദിനത്തിൽ ലഭിക്കുന്നതായിട്ടുള്ള കവറുകൾ ലഭിക്കുന്നതായിട്ടുള്ള തുകകളിലൂടെ. എന്ന് പറഞ്ഞാൽ ഈ ദേവാലയം ഇവിടെ സുവിശേഷം ലഭിച്ചതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന വണ്ണം ഈ സുവിശേഷം മറ്റിടങ്ങളിലേക്ക് പകരപ്പെടുന്നതിന് വേണ്ടി ഒരു കൈത്താങ്ങൽ നൽകുന്നതായിട്ടുള്ള ഒരനുഭവം നമുക്ക് ഈ നാളുകളിൽ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് നമ്മെ സംബന്ധിച്ച് ദൈവസന്നിധിയിൽ നന്ദി കരയേറ്റേണ്ടുന്ന അനുഭവമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സഭയുടെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുവാൻ, പഴയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുവാനും പഴയകാല സ്മരണകളിൽ അവിടെ തന്നെ നിൽക്കുവാനായിട്ടല്ല, അതിൽ നിന്ന് മുന്നോട്ട് സഞ്ചരിക്കുവാനായിട്ട് സഭയ്ക്ക് സാധിച്ചുവെന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത്. എന്നാൽ ഇനിയും ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്, ഒരുപാട് ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രത്തോളം ചരിത്രമുള്ള സഭ തുടർന്ന് കൂടുതൽ കാര്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഈ ദേശത്തിനും ചുറ്റുമുള്ള ദേശത്തിനും സുവിശേഷത്തിൻ്റെ വലിയ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുന്നവരായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് സർവശക്തനായ ദൈവം ഈ നാളുകളിൽ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമ്മളിന്ന് വായിച്ചതായ വേദഭാഗങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വായിച്ചതായിട്ടുള്ള വേദഭാഗങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് വായിക്കപ്പെടേണ്ടതായിട്ടുള്ള വേദഭാഗങ്ങൾ 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും 84-ാം സങ്കീർത്തനവും 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ഈ ചിന്തകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള വേദഭാഗങ്ങൾ. ഈ ചിന്തകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വളരെ ചുരുക്കമായിട്ടുള്ള ചില ചിന്തകളെ പങ്കുവെച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഒരു കോവിഡ് കാലത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നാം വന്നപ്പോൾ ആലയത്തിനുള്ള, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയത്തിനുള്ള പ്രസക്തി നഷ്ടപ്പെട്ടുവോ എന്നുള്ള ചോദ്യം ലോകത്തിൻ്റെ പല ഭാഗത്ത് ഉയർന്നു വരുന്നുണ്ട്. നമ്മളിൽ പലരും പറയും, അല്ലെങ്കിൽ നമ്മുടെ യുവ സമൂഹം പലപ്പോഴും പറയും, ദേവാലയത്തിൽ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ, വീട്ടിലിരുന്നും ദൈവത്തെ ആരാധിച്ചുകൂടെ, ഫോണിൽ കൂടെ ലഭിക്കുന്നതായിട്ടുള്ള ആരാധനയിൽ സംതൃപ്തി അടഞ്ഞുകൂടെ എന്ന് ഒക്കെ ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇന്നത്തെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലം നമ്മെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് ഈ ദൈവാലയം അല്ലെങ്കിൽ ആലയം എന്താണ് എന്നുള്ളൊരു ബോധ്യം, അതിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. യഹൂദജനത്തെ സംബന്ധിച്ച് അവരുടെ വിശ്വാസത്തിൻ്റെയൊക്കെ ഒരു കേന്ദ്രമായിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് അവരുടെ ദേവാലയമാണ്, സിനഗോഗുകളാണ്. അവരുടെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അവരുടെ ആലയങ്ങളാണ്, അവരുടെ സിനഗോഗുകളാണ്, അവരെ കൂടി വരുന്നതായിട്ടുള്ള പ്രാർത്ഥനാലയമാണ്, അവരുടെ വിശ്വാസ ജീവിതത്തെ പരിപോഷിപ്പിക്കപ്പെടുന്ന ഇടമായിട്ട് ജനം കരുതിക്കൊണ്ട് ഇരുന്നത്. നമ്മൾ വായിച്ച 2 ദിനവൃത്താന്ത പുസ്തകം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളിൽ വിട്ടു തിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോൾ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഇങ്ങനെ ശലോമോൻ യഹോവയുടെ ആലയവും രാജധാനിയും തീർത്തു. യഹോവയുടെ ആലയത്തിലും അതിൻ്റെ അരമനകളിലും ഉണ്ടാക്കുവാൻ ശലോമോന് താല്പര്യമുണ്ടായിരുന്നതൊക്കെയും അവൻ ശുഭമായി നിവർത്തിച്ചു. യഹോവയുടെ ആലയം പണിതതായിട്ടുള്ള ശലോമോൻ അതിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ പൂർത്തീകരിച്ച്
അതേറ്റവും മനോഹരമായിട്ടൊക്കെ തീർത്ത് ഒക്കെ അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ വിവരിക്കുമ്പോൾ ഇവിടെ ദൈവസന്നിധിയിൽ നിന്ന് കേൾക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വലിയ ആലോചന ഇവിടെ ലഭിക്കുന്നത് ഇതാണ്. 12-12 വാക്യത്തിൽ അതിന് ശേഷം യഹോവ രാത്രിയിൽ ശലോമോന് പ്രത്യക്ഷനായി അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള ആലയത്തെക്കുറിച്ച് ഉള്ള വിവരണങ്ങളൊക്കെ ഇവിടെ കൊടുക്കുമ്പോഴും ദൈവം ശലോമോന് പ്രത്യക്ഷനായിട്ട് നീ നിർമ്മിച്ചതായിട്ടുള്ള ഈ ആലയമൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഇതെൻ്റെ ഒരു പ്രാർത്ഥന ആലയമായിട്ട് ഞാൻ ഇതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അവിടെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമുണ്ട്. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ജനം താണു വീണ് ദൈവത്തോട് അപേക്ഷിക്കേണ്ടതായിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. ഇവിടെ പറയുന്നത്, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. അതുകൊണ്ട് ദേശത്തിന് സൗഖ്യം വരണമെങ്കിൽ, നാം ആയിരിക്കുന്നതായിട്ടുള്ള സമൂഹത്തിന് ദേശത്തിനൊരു സൗഖ്യം വരണമെങ്കിൽ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ആലയം അതൊരാലയമായി മാത്രം നിലകൊള്ളാതെ അതിനുള്ളിൽ കടന്നു വരുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തുകയും ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതരികയും ചെയ്യുമ്പോൾ മാത്രമേ ദേശത്തിന് സൗഖ്യമുണ്ടാകുവാൻ, വ്യക്തികൾക്ക് സൗഖ്യമുണ്ടാകുവാൻ, സമൂഹത്തിന് സൗഖ്യമുണ്ടാകുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് മനോഹരമായി നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള ആലയങ്ങൾ, കോടികൾ മുടക്കിയോ ലക്ഷങ്ങൾ മുടക്കിയോ മനോഹരമായി നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ആലയമായിട്ട് തീരണമെങ്കിൽ ദൈവത്തിൻ്റെ ജനം ദൈവസന്നിധിയിൽ വിനയപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കേണ്ടുന്ന ആവശ്യമുണ്ട്. ദുർമാർഗങ്ങളെ വിട്ടുതിരിയേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ദൈവം ദേശത്തിന് സൗഖ്യം വരുത്തുന്ന ഒരനുഭവം ഉണ്ടാകും. അല്ലെങ്കിൽ ആ ആലയം സൗഖ്യത്തിൻ്റെ ഇടമായിട്ട് തീരും. അതുകൊണ്ട് ഇവിടെ ദൈവം ശലോമോനോട് പറയുന്നത്, നീ നിർമ്മിച്ചതായിട്ടുള്ള ഈ ആലയത്തിൽ സംഭവിക്കേണ്ടത് ഇതാണ്. അതുകൊണ്ട് ഇവിടെ 13 വാക്യത്തിൽ, മഴ പെയ്യാതിരിക്കേണ്ടത് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നുമുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിനിടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് അവിടെ താഴോട്ട് ഈ കാര്യങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ മാത്രമല്ല ഇവിടെ ഒരു കാര്യം കൂടെ രേഖപ്പെടുത്തുന്നുണ്ട്. 15 വാക്യത്തിൽ പറയുന്നു, ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. ഇതോടെ പ്രിയമുള്ളവരെ, ലക്ഷങ്ങളോ കോടികളോ കൊണ്ട് മുടക്കി പണിതതായിട്ടുള്ള ഒരാലയം യഥാർത്ഥമായിട്ടുള്ള ദൈവത്തിൻ്റെ ആലയമായിട്ട് തീരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ജനം വിശ്വാസത്തോടെ അവിടെ കടന്നു വരുമ്പോൾ അവിടെ പറയുകയാണ്, എൻ്റെ സന്നിധിയിൽ ഈ ആലയത്തിൽ ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. ദൈവം ശ്രദ്ധയോടെ പ്രാർത്ഥന കേൾക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമായിട്ട് നമ്മുടെ ആലയങ്ങൾ ആയിത്തീരണം. ഒരുപക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ ദൈവത്തിൽ നിന്നും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നൊക്കെ സഭയും വ്യക്തികളും കുടുംബങ്ങളുമൊക്കെ അകന്നു പോകുന്നതിൻ്റെ അനുഭവങ്ങളാണ് ദേശത്ത് സൗഖ്യമില്ലാതെ ഇരിക്കുവാനായിട്ടുള്ള കാരണം. എന്നാൽ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ജനം കടന്നു വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ശ്രദ്ധയോടെ കേൾക്കുമെന്നും അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരികെ ചിന്തിച്ചു നോക്കിയാൽ, ദീർഘവർഷങ്ങളായിട്ട് ഈ ആലയത്തിൽ ആരാധിക്കുവാനായിട്ട് കടന്നു വന്ന ഞാനും നിങ്ങളുമൊക്കെ നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഒരിറ്റ് കണ്ണുനീർ ഈ ദേവാലയത്തിൽ ഒഴുക്കിയതായിട്ടുള്ള അനുഭവം നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്. വെല്ലൂർ CMC ഹോസ്പിറ്റലിൻ്റെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആ ഹോസ്പിറ്റലിൻ്റെ വെല്ലൂർ ആശുപത്രിയുടെ ഏറ്റവും നടുക്കാണ് അവിടുത്തെ ചാപ്പൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നമ്മളെങ്ങനെ നോക്കിയാലും അതിന് ചുറ്റും എത്ര വികസനമുണ്ടായാലും അതിൻ്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ചാപ്പലാണ്. 3 വശത്തു നിന്നും ആ ആലയത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള വഴികളുണ്ട്. ഞാൻ കാണുകയും മനസ്സിലാക്കി അനുഭവിച്ചറിയുകയും ചെയ്തത്, എത്രയോ ജനലക്ഷങ്ങളുടെ കണ്ണുനീർ വീണതായിട്ടുള്ള ഇടമാണ് വെല്ലൂർ ആശുപത്രിയുടെ ചാപ്പൽ. അതുപോലെ ഒരുപക്ഷെ പല ആശുപത്രിയുടെയും ചാപ്പലുകളുണ്ടായിരിക്കും. എന്നാൽ രോഗത്തിൻ്റെ കാഠിന്യത്തിൻ്റെ അനുഭവത്തിൽ ഇനി ഒരുപക്ഷെ ഒന്നും ചെയ്യുവാനായിട്ടില്ലെന്നോ ഇനി ഒരു ചികിത്സയുമില്ലെന്ന് പറയുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ചികിത്സിക്കുവാൻ പണമില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ, ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷെ രോഗത്തിൻ്റെ കുറിച്ചുള്ള
ഡോക്ടർമാർ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളെ കേട്ടുകൊണ്ട് മനസ്സ് തകർന്നുകൊണ്ട് എത്രയോ ജനങ്ങൾ വന്ന് കണ്ണുനീരൊഴുക്കുന്നതായിട്ടുള്ള ഒരിടമായിട്ട് സിംസ് ഹോസ്പിറ്റലിൻ്റെ ചാപ്റ്ററിനെ കാണുവാനും മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ആലയത്തെ സംബന്ധിച്ചും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ നാം നേരിട്ടതായിട്ടുള്ള പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും രോഗങ്ങളുടെയും മധ്യത്തിൽ എത്രയോ പ്രാവശ്യം ഈ ആലയത്തിൽ കടന്നു വന്ന് നമ്മൾ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ശലോമോനോട് കർത്താവ് ദൈവം പറഞ്ഞത് നമുക്ക് ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. നമ്മുടെ കണ്ണുനീരിനെ ദൈവം കണ്ടു, നമ്മുടെ പ്രാർത്ഥനയെ ദൈവം കേട്ടു. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിൻ്റെതായ അനുഭവങ്ങൾ ദൈവം നൽകി തന്നത് നമ്മൾ ഓർക്കുകയും ദൈവത്തിന് നന്ദി കരയറ്റുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത് 84-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇതിൻ്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ദിവസം വേറെ 1000 ദിവസങ്ങളേക്കാൾ ഉത്തമമല്ലോ. ഇതിൻ്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവസന്നിധിയിൽ കഴിക്കുന്നതായിട്ടുള്ള അനുഭവം, ദൈവസന്നിധിയിൽ ചെലവിടുന്നതായിട്ടുള്ള അനുഭവമാണ് ബാക്കി 1000 ദിവസങ്ങളേക്കാൾ 10,000 ദിവസങ്ങളേക്കാൾ ഉത്തമമായിട്ടുള്ള അനുഭവം. ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള നിമിഷമെന്ന് ഈ 84-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നതിൻ്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ എന്ന് ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് അവിടെ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നാം വായിച്ചതായിട്ടുള്ള സുവിശേഷ വേദഭാഗത്തിലേക്ക് നമ്മളെ കടന്നു വരുമ്പോൾ വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ചിന്ത ഇത് തന്നെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 15-ാം വാക്യത്തിൽ, നിങ്ങളെന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയാന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആവുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറയുന്നു. 13-ാം വാക്യത്തിൽ യേശു ഫിലിപ്പിൻ്റെ കൈസരയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നതെന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും. ഇങ്ങനെ പലർക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പലതും വ്യത്യസ്തവുമായിരുന്നു. എന്നാൽ ഇവിടെ യഥാർത്ഥമായിട്ടുള്ള ഒരു ഉത്തരം കൊടുക്കുന്നത് ശീമോൻ പത്രോസാണ്. ആ ശീമോൻ പത്രോസിനോട് കർത്താവ് പറയുകയാണ്, നീ പാറയാകും, നീ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ക്രിസ്തുവിനെ യഥാർത്ഥമായി തിരിച്ചറിയുന്നവരുടെ മേലാണ് ദൈവം തൻ്റെ സഭയെ പണിയുന്നത്. ക്രിസ്തു ആരാകുന്നുവെന്ന് യഥാർത്ഥമായിട്ട് തിരിച്ചറിയുന്നവരുടെ മേലാണ് ദൈവം തൻ്റെ സഭയെ പണിയുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 16-ാം വാക്യത്തിൽ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശുവനോട്, ബറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്ര നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് തിരിച്ചറിയുന്നവരുടെ മേലാണ് ദൈവം തൻ്റെ സഭയെ പണിയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇന്ന് ഈ ആലയത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഭ പണിയപ്പെടുന്നത് എന്നിലും നിങ്ങളിലുമാണ്. യഥാർത്ഥമായി ഞാനും നിങ്ങൾ ക്രിസ്തുവിനെ അറിയുന്നുവെങ്കിൽ എന്നിലും നിങ്ങളിലൂടെയാണ് ദൈവം തൻ്റെ സഭയെ ഈ ലോകത്തിൽ പണിയപ്പെടുന്നെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ആലയം പ്രാർത്ഥനാലയമാണ്. അതുകൊണ്ട് ഈ ആലയമായിട്ട് തീരണമെങ്കിൽ അവിടെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 17 വരെയുള്ള വാക്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ള ചിന്തയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഇത് ഒരുപക്ഷെ താൽക്കാലികമായ ഒരു കെട്ടിടമാണ് എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിലും അതിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ജനം കടന്നു വരുമ്പോഴാണ് ഇത് യഥാർത്ഥമായിട്ട് ഒരാലയത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നതായിട്ടുള്ള നമ്മുടെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരം ഈ ആലയത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത് ദൈവത്തിൻ്റെ ആലയമായിട്ട് തീരുന്നത്. ഇല്ലെങ്കിൽ ഇത് താൽക്കാലികമായ ഒരു കെട്ടിടം മാത്രമായിട്ട് നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ദൈവം വസിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ജനം ഈ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത് ദൈവത്തിൻ്റെ ആലയമാണിത്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ വെളിപ്പെടുന്ന ഇടങ്ങളാണ്. പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ, കണ്ണുനീർ ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ പ്രാർത്ഥനകളെ കേൾക്കുന്ന ഒരിടമായിട്ടിത് ആയിത്തീരുവാൻ ഇടയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ
നാം ഏറ്റവും ഉപരിയായിട്ട് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന ഒരു വലിയ കാര്യമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ യഥാർത്ഥമായി തിരിച്ചറിയുന്നവരുടെ മേലാണ് ക്രിസ്തു തൻ്റെ സഭയെ പണിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അത്തരത്തിൽ ദൈവസന്നിധിയിൽ നമുക്ക് താഴ്ത്തിയേൽപ്പിക്കാം. ഈ വലിയ ചരിത്രത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു പോവുകയും ദൈവത്തിന് നന്ദി കരയറ്റുകയും ചരിത്രത്തിൻ്റെ ആ വലിയ അനുഭവത്തിൽ തന്നെ നിൽക്കുവാനായിട്ടല്ല, കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വിദേശത്ത് ചുറ്റുമുള്ള ദേശങ്ങളിൽ മറ്റുള്ള ദേശങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ സുവിശേഷത്തെ പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനം മഹത്വവും കാലാവസ്ഥ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ നിത്യാവിശ്വാസ പ്രമാണം ഒരുമിച്ച് ചേർന്ന് പ്രഖ്യാപിക്കാം. നിത്യാവിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായുള്ള സകലത്തെയും സൃഷ്ടിവനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായി ഏകകർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങൾക്കും മുമ്പേ തൻ്റെ പിതാവും ജനിപ്പിക്കപ്പെട്ടവൻ. ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം. ജനിപ്പിക്കപ്പെട്ടവനുണ്ടാകപ്പെട്ടവനല്ല, പിതാവിനുടെ ഏകത്വമുള്ളവൻ. അവനാൽ സകലമുണ്ടായി. മനുഷ്യരായി നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി. പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ നവരിച്ച് മനുഷ്യനായി തീർന്നു. പിലാത്തോസിനെങ്കിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു. എഴുതിയ പ്രകാരം 3-ാം ദിവസം ഉയർന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ മൗത്തോടെ വീണ്ടും വരും. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിൻ്റെ പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട മഹത്വപ്പെടുന്നവനും പ്രവാചകരുടെ പറയിച്ചതുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തലിക ഏകവിശുദ്ധതയെ ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങൾ ക്രിസ്തുവിനെ ഞാൻ അനുസരിക്കുന്നു. മനുഷ്യപുനരുത്ഥാനത്തിനും ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ കൊടുക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ കൊടുക്കാം. ഈ അനുഗ്രഹിക്കപ്പെട്ട ആ പ്രഭാതം ദൈവം നമുക്ക് നൽകിയ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനുഗ്രഹത്തോടെ ദൈവകൃപയിൽ ഓരോ ദിവസവും ദൈവം നമ്മെ വഴി നടത്തുന്നു. പ്രത്യേകിച്ച് ഒരാഴ്ച കാലം കൂടെ ദൈവത്തിൻ്റെ കൃപയിലും കരുണയിലും ജീവിപ്പാൻ വലുവനായ ദൈവം നമ്മെ ഇടയാക്കുന്ന ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ ദൈവം നമ്മെ കാവൽ ചെയ്യുന്നു. തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മെ സൂക്ഷിക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടിയിരുന്ന് ആരാധിക്കുവാൻ, ആരാധനയുടെ അനുഭവക്കാരായി മാറുവാൻ ദൈവം നൽകുന്ന എല്ലാ അവസരങ്ങൾക്കും മുഖാന്തരങ്ങൾക്കുമായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവമായ കർത്താവേ, അങ്ങയുടെ കൃപയും കരുണയും കാവലും കൂടെയിരുന്ന് ഞങ്ങളെ അവിടുന്ന് പനിദിനം പരിപാലിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നവർ, ഈ ആരാധനയിൽ വിവിധ അനുഭവങ്ങളിൽ ഭാഗവാക്കാവുന്നവർ എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ആരാധനയുടെ സന്തോഷം അവിടെ ഞങ്ങൾക്ക് നൽകി തരുന്നു. എന്നാൽ കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനുള്ള സാഹചര്യങ്ങളില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവേ ആരാധനയിൽ ഒരുമിച്ച് പങ്കുചേരുവാനുള്ള സാഹചര്യങ്ങളെ ദൈവമേ അവിടുന്ന് ഒരുക്കി നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ സഭയുടെ സാക്ഷ്യം കഴിഞ്ഞ കാലങ്ങളിൽ എപ്രകാരം നിറവേറ്റപ്പെട്ടുവോ അതിലുപരിയായിട്ട് ദൈവമേ അങ്ങ് നടത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് 185 വർഷക്കാലം പിന്നിടുവാൻ ദൈവം നമ്മെ ഇടയാക്കുന്ന വലിയ കൃപയ്ക്ക് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവമായ കർത്താവേ, അങ്ങ് പത്രോസിനോട് പറഞ്ഞതുപോലെ, പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് അരുളി ചെയ്ത കർത്താവ് ഈ സഭയെ പണിത് ഈ ലോകത്തിൻ്റെ അറ്റത്തോളം
ഈ സഭയുടെ ഭാഗമായ അനേകരെ അവിടുന്ന് വിളിച്ചു ചേർക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നേക്ക് 185 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ പിതാക്കന്മാരെ മിഷണറിമാരുടെ ദൗത്യ ശുശ്രൂഷയിലേക്ക് ആകർഷിപ്പാൻ തക്കവണ്ണം ദൈവം കൃപയരുളി. അവർ ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്യാഗത്തിൻ്റെയും പ്രയത്നങ്ങളുടെയും ഫലമായി പ്രകാരം ഒരു സഭ ഇവിടെ രൂപീകരിക്കപ്പെടുകയും പ്രകാരം ഒരു ദേവാലയം ഇവിടെ പണിയപ്പെടുകയും അനന്തര തലമുറകൾക്ക് ഈ വിശ്വാസങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഈ സമൂഹത്തിൽ കർത്താവിൻ്റെ ചാലകങ്ങളായി ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്ത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ ദേവാലയം ദൈവമായ കർത്താവേ, ഇവിടെ വചന ശുശ്രൂഷ ഞങ്ങൾ കേട്ടതുപോലെ അനേക മേഖലകൾ, ഒരു സമൂഹത്തിൻ്റെ നാനാ മേഖലകളിൽ രൂപാന്തരത്തിൻ്റെയും സമൂഹ രൂപീകരണത്തിൻ്റെയും വലിയൊരു ഭാഗമായി തീരുവാൻ, അതിൻ്റെ മാറ്റത്തിൻ്റെ ഒരു ചാലകമായി പ്രവർത്തിപ്പാൻ ഈ സഭയെ അവിടെ ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം. ദൈവമായ കർത്താവേ, അങ്ങയുടെ രക്ഷാദൗത്യത്തിൻ്റെ മുൻകുറിയായിരിക്കാനുള്ള നിയോഗവുമായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന യോഹന്നാൻ സ്നാപകൻ്റെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ സഭയുടെ വിശ്വാസമൂഹമാത ഞങ്ങൾക്കും ദൈവമേ, അങ്ങയുടെ രക്ഷാദൗത്യത്തിൻ്റെ മുൻകുറിയായിരിക്കാൻ അനേകരെ ഈ ദൈവസ്നേഹത്തിലേക്ക് ആകർഷിക്കുന്നവരായി മാറുവാൻ, അനേകരെ ദൈവകൃപയിലേക്ക് വഴി നടത്തുവാൻ, സ്വീകരിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം അനേകർക്ക് ആകർഷകമുള്ളതായി തീരുവാൻ, അനേകരെ ആ രക്ഷയുടെ ക്രിസ്തുവിൻ്റെ അനുഭവത്തിലേക്ക് ആകർഷിക്കത്തക്ക ഒരു മാതൃകയുള്ള ക്രൈസ്തവ ജീവിതം പടുത്തുയർത്തുവാൻ ദൈവമേ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളും ഓരോരുത്തരും ഒരു മിഷണറിമാരാണ് എന്ന ബോധ്യം ദൈവമേ അവിടെ ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതം, നാം ആയിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ആ കർത്താവിനെ സാക്ഷിപ്പാനുള്ള കടമകളും നിയോഗങ്ങളും ഉള്ളവരാണ് എന്ന ബോധ്യത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രതിഷ്ഠയുടെ അനുഭവത്തിൽ ദൈവമേ ഞങ്ങളെ തന്നെ ഒന്ന് പുനഃപ്രതിഷ്ഠിപ്പാൻ, കഴിഞ്ഞകാല ജീവിതങ്ങളിൽ വന്നുപോയ കുറവുകളെയും വീഴ്ചകളെയും ഏറ്റുപറഞ്ഞു ദൈവസ്ഥാനത്തിൽ വരും കാല ജീവിതത്തിനുള്ള ഒരു ഒരുക്കം, ഒരു സമർപ്പണം ഞങ്ങളുടെ ജീവിതത്തിൽ സാധ്യമായി തീരണമേ എന്ന ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കോവിഡിൻ്റെതായ പ്രയാസങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ ദൈവമായ കർത്താവേ, ഈ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ പൂർണ്ണമായി നീങ്ങി ദേശം സൗഖ്യമാകുവാൻ അവിടുന്ന് കൃപയരണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു 3-ാം തരംഗമൊക്കെ പ്രവചിക്കപ്പെടുമ്പോൾ കർത്താവേ, മനുഷ്യൻ്റെ യുക്തിക്കും ബുദ്ധിക്കും ചിന്തകൾക്കും അതീതമാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെന്ന് കഴിഞ്ഞകാല അനുഭവങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് ബോധ്യം നൽകിയത് ഓർത്ത് സ്തോത്രം. ദൈവമായ കർത്താവേ, എല്ലാ ഭീതികളും വിട്ടൊഴിഞ്ഞ് സമൂഹവും ജനവും ഒന്നാകെ ഒരു സൗഖ്യത്തിന് അനുഭവക്കാരായി മാറുവാൻ ദൈവം കൃപയരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. SSLC പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. നമ്മുടെ സഭയിലെ അനേകം കുഞ്ഞുങ്ങൾ വിജയികളാകുവാൻ ദൈവം കൃപയരുളിയത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ദൈവം അവർക്ക് കരുണയും കൃപയും നൽകി. ദൈവമേ, അവരുടെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ ദൈവത്തിന് കൃപ കൂടിയിരിക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ +2 പരീക്ഷകൾ, മറ്റ് ഡിഗ്രി, മറ്റ് കോഴ്സുകളിലൊക്കെ പരീക്ഷകൾ എഴുതി ഫലം കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം മികച്ച വിജയം കുഞ്ഞുങ്ങൾക്ക് അവിടെ നൽകി കൊടുക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വർഷം പൊതുപരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ ഓർക്കാം. പ്രത്യേകമായിട്ട് 100% വിജയം കരസ്ഥമാക്കുവാൻ നമ്മുടെ ബുക്കാനാൻ ക്യാമ്പസിലെ 2 സ്കൂളുകൾക്കും, CMS ഹൈസ്കൂള്, ബുക്കാനാൻ ഗേൾസ് ഹൈസ്കൂൾ, 2 സ്കൂളുകൾക്കും ദൈവം കൃപയരുളി. ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പ് ആ സ്കൂളിൻ്റെ മേലും അധ്യാപക, പ്രധാന അധ്യാപകർ എന്നിവരുടെ മേലും ദൈവം വ്യാപരിച്ചതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം.
നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവമേ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ ശാരീരികമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വേദനകൾ അനുഭവിക്കുന്ന ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റ് കോവിഡിൻ്റെതായ പ്രയാസങ്ങളുടെ വിശ്രമത്തിലായിരിക്കുന്നവരെ ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ശാരീരികമായ ക്ഷീണവും അവശതകളുമായിട്ട് ഭവനങ്ങളിലും ആശുപത്രികളിലുമായിട്ട് കഴിയുന്ന പ്രായമായ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റ് നമ്മുടെ പ്രാർത്ഥന അപേക്ഷിച്ചുള്ളവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കാം. കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ആവശ്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാവിയിൽ ആശങ്കകളും ഒക്കെയുമായിട്ട് കഴിയുന്ന മാതാപിതാക്കളെ എല്ലാവരെയും നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. ജീവിതത്തിൻ്റെ സമ്മിശ്രമായ വേദനകളും ഭാരങ്ങളും ഒക്കെ ഏറ്റെടുത്ത് കർത്താവേ അതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ ഒഴുകുന്ന മനസ്സുകളുമായിട്ട് ജീവിക്കുന്നവരെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ആ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവമായ അങ്ങ് സഹായിക്കണമേ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ഭാരം എൻ്റെ മേലിട്ടുകൊള്ളുവീൻ എന്ന് അരുളി ചെയ്ത ദൈവമേ, ആ ദൈവത്തെങ്കിലേക്ക് അനുദിനം നോക്കിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കേതവും രക്ഷയുമാകുന്ന ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ടുള്ള ഈ സഭയുടെ പ്രയാണം തുടരുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തിരുമേശയുടെ അനുഭവത്തിലേക്ക് നാം അടുത്തു വരുന്നതിന് മുൻപായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ തിരുമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സങ്കേതവും എനിക്കേറ്റമടുത്ത തുണയും ഏതൊരാപത്തിലും ഏതുനേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതുനേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ദൈവമായ കർത്താവേ, ഒട്ടനവധി പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപയരുളിയതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, അനേക വിഷയങ്ങളെ ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ടുണ്ട്. എന്നാൽ കർത്താവേ, ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിപ്പാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പാൻ കഴിയുന്നതുമില്ല. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ബലഹീനതകൾ മനസ്സിലുണ്ടായി ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ദൈവമേ അവിടുന്ന് ഗ്രഹിച്ച് അവിടുന്ന് മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, മറ്റ് പലവിധമായ ജീവിത സാഹചര്യങ്ങളായിരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ അനുഭവം ഞങ്ങൾക്ക് നൽകിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആരാധനയിൽ സന്തോഷം അനുഭവിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനർപ്പിച്ച യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഞങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാവട്ടെ. അപ്പം നുറുക്കൽ ശുശ്രൂഷയ്ക്കായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. ഞാൻ കർത്താവിനെ പാടി കീർത്തനം ചെയ്യും. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെ അടയാളമാവുന്ന കൈസൂരി നമുക്ക് സ്വീകരിക്കാം. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മോടുകൂടെ. ജ്ഞാനകീർത്തനങ്ങളിൽ 224 കീർത്തനം, അതിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ചരണം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 224 കീർത്തനത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ചരണം നമുക്ക് ചേർന്ന് പാടാം. ആ സമയത്ത് മുമ്പോട്ട് കടന്നു വന്ന് സ്തോത്ര വഴിപാടുകളെ അർപ്പിക്കാവുന്നതാണ്.
നാം അർപ്പിച്ചതായിട്ടുള്ള വഴിപാടുകളെയും നമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പൊതുവഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരം അയോഗ്യനായി ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ഈ ദാനങ്ങളെയും അങ്ങ് കൈക്കൊണ്ട് അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. മുട്ടുകളെ മടക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുകയും നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. എന്തെന്നാൽ സ്വർഗാതിസ്വർഗം കൂടെ നിന്റെ ഇരിപ്പിടമാകുന്നതിന് മതിയാകുന്നതും സർവ്വലോകവും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുമായിരിക്കുന്ന നിന്റെ ആരാധനയ്ക്കായി പ്രത്യേകം സ്ഥലങ്ങളെ നിശുദ്ധീകരിക്കുകയും നിന്റെ വിശ്വാസമുള്ള ജനങ്ങളുടെ മേൽ കൃപാദാനങ്ങൾ ചൊരിയുകയും ചെയ്യുന്നുവല്ലോ. അതുകൊണ്ട് ദൈവന്മാരോടും പ്രധാന ദൈവന്മാരോടും സുഖത്തിലെ സത്സംഗത്തോടും സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആർദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം എടുക്കുവാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണം അനുഭവിപ്പാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തന്നെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെ എപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കൊടുപ്പീൻ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രന്റെ വിലയേറിയ മരണവും കഷ്ടപ്പാടും അവൻ്റെ മഹത്വമുള്ള പുനരുദ്ധാനവും
സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവൻ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവൻ്റെ ഓർമ്മയ്ക്കായി നിർദാസരായി ഞങ്ങളിത് ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും നിന്റെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച ഞങ്ങൾ മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിലേക്ക് പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശിഹ എന്ന നിലയാകുന്ന അവങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവനോടുകൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോട് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യാഹാരം തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിളിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ഉണ്ടാകുന്നു. വിശുദ്ധ മേശയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വരുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുത്താം. പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാനോ പ്രവർത്തിക്കുവാനോ ദൈവം ഏൽപ്പിച്ചതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളും ദൗത്യങ്ങളും ഒക്കെ നിർവഹിക്കാനോ നമുക്ക് സാധിച്ചിട്ടില്ല. കർത്താവെ, ബലഹീനരായി ഞങ്ങളോട് ക്ഷമിച്ച് കർത്താവെ ഒരു പുതുക്കം പ്രാപിച്ചവരായി അങ്ങയുടെ ഉത്തമ സാക്ഷികളായി ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ വിശുദ്ധ മേശയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. താഴെ വരുന്ന പ്രാർത്ഥന ഏറ്റവും വിശ്വാസത്തോടും സമർപ്പണത്തോടും നമുക്ക് ചേർന്ന് ചൊല്ലാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ പലവിധമായ വലിയ കടങ്ങളല്ലാതെ ഞങ്ങളുടെ സ്വന്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മേശയിലേക്ക് വരുവാൻ കഴിയുന്നില്ല. ഞങ്ങൾ അങ്ങയുടെ മേശയെങ്കിൽ വീഴുന്ന അപ്പഞ്ഞുക്കൾ പോലും അനുഭവിക്കാൻ യോഗ്യതയുള്ളവരല്ല. എന്നാലും എപ്പോഴും കരുണ ചെയ്യുന്ന സ്വഭാവമുള്ള കർത്താവ് തന്നെയാകുന്നു. കൃപയുടെ കർത്താവേ, ഞങ്ങളുടെ പാപശരീരങ്ങളും ആത്മാക്കളും അങ്ങനെ ഇഷ്ടപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ശരീരത്താൽ കർത്താവ് ശുദ്ധീകരിക്കപ്പെടുവാനും ഞങ്ങൾ അവനിലോ ഞങ്ങളുടെ എപ്പോഴും വസിക്കുവാൻ പറ്റണം. ഞങ്ങൾ മാംസത്തെ ഭക്ഷിക്കുകയും അവൻ്റെ രക്തത്തെ കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. ആമേൻ. ദൈവത്തിൽ നിന്നുള്ളവ ദൈവജനങ്ങൾക്ക്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നതിനായ ദൈവത്തിന്റെ കുഞ്ഞാടെ ജീവന്റെ അപ്പമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം, സത്യാനന്ദയാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം വിശ്വാസത്തോടെ സ്വീകരിക്കാം. ഈ ദിവസങ്ങളിൽ പിറന്നാൾ ആഘോഷിക്കുകയും വിവാഹവാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇടവകയുടെ എല്ലാ ആശംസകളും ഈ സമയത്ത് അറിയിക്കുന്നു. പിറന്നാൾ ആഘോഷിക്കുകയും വിവാഹവാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ആയുസ്സിൻ്റെ നാളുകൾ പെരുകുന്നത് കർത്താവേ അങ്ങയുടെ വലിയ കൃപകളാൽ ആകുന്നുവല്ലോ. ആയുസ്സിൻ്റെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ച ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. രോഗാതുരമായി ലോകത്ത് കർത്താവെ കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം അതിശയകരമായി അനുഗ്രഹത്തോടെ ദൈവകൃപയോടെ നടത്തിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പുതിയ വർഷത്തിൽ പുതിയ കൃപകളും നന്മകളും അനുഗ്രഹങ്ങളും നൽകി പരിപാലിക്കണം. കർത്താവിനോട് കൂടുതൽ ചേർന്ന് ജീവിപ്പാൻ
കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൻ്റെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചവരെ ഞങ്ങളെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ധാരാളമായ കൃപ അവരുടെ ജീവിതത്തിൽ എപ്പോഴും വ്യാപരിപ്പാനിടയാക്കണം. സ്വർഗീയമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ദൈവകൃപകളും നൽകി പരിപാലിക്കണം. അനുഗ്രഹത്തോടെ നടത്തിയായിട്ട് അവരുടെ കുടുംബജീവിതം കർത്താവെ ദേശത്തിന്, കർത്താവെ സഭയ്ക്ക്, സമൂഹത്തിനൊക്കെ അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിച്ചാട്ട്. ഈ ആഴ്ചകളിൽ കർത്താവെ പിറന്നാൾ ആഘോഷിക്കുകയും വാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. കൃപയിൽ നടത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സമാപന പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. കണ്ണുകളെ അടയ്ക്കാം. നിങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അങ്ങയുടെ സന്നിധിയോട് ചേർന്ന് വരുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിച്ച അവരുടെ കൃപകൾക്കായും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദേവാലയ പ്രതിഷ്ഠാ ദിനമായിട്ടൊക്കെ ആചരിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ ചരിത്രങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനും ചരിത്രത്തിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാനും മുന്നോട്ടുള്ള പ്രയാണത്തിൽ കർത്താവെ കൂടുതൽ ശക്തിയോടെ, കൂടുതൽ വിശ്വാസത്തോടെ, കർത്താവെ കൂടുതൽ സമർപ്പണത്തോടെ കർത്താവെ സുവിശേഷത്തിൻ്റെ ദൗത്യത്തെ ഏറ്റെടുത്ത് ചെയ്യുവാൻ സഭയായി, വ്യക്തികളായി, കുടുംബങ്ങളായി അവിടെ ഞങ്ങളെ സഹായിക്കണം. സ്വർഗീയമായ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ആരാധനയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഈ ദേവാലയത്തിലെ ശുശ്രൂഷകൾ നിർവഹിച്ചതായിട്ടുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠതയും ഞങ്ങളെ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരിലൂടെ ലഭിച്ചതായിട്ടുള്ള നല്ല ദർശനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ശുശ്രൂഷകളെ ഞങ്ങൾ നന്ദിയോടെ ഈ സമയത്ത് സ്മരിക്കുന്ന കർത്താവെ, ദൈവത്തിന് ധാരാളമായ കൃപ കർത്താവെ തുടർന്നും ഞങ്ങളുടെ സഭമേൽ വ്യാപരിപ്പാൻ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തും ഈ സമൂഹത്തിലും കർത്താവെ നല്ല സാക്ഷ്യമുള്ളവരായി നല്ല ശുശ്രൂഷകളെ നിർവഹിപ്പാൻ തുടർന്നും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ദേവാലയത്തെയും കർത്താവെ ബുക്കാനൻ ക്യാമ്പസിനെയും അതിലുള്ള എല്ലാ സ്ഥാപനങ്ങളെയും അതിലൂടെ നടത്തപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. കൃപയിൽ ഞങ്ങളെ വഴി നടത്തിയാട്ട് യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് ദയതോ നീ കേൾക്കുമാറാകണമേ. ആമീൻ. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും വാഴ്വുകളും നമ്മെല്ലാവരുടെയും കൂടെ ഇന്ന് ഒന്നേക്കും കാലാവസാനം കൂടാതിരിക്കുമാറാകട്ടെ. ആമീൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ചകളിൽ നടത്തപ്പെടുന്നതായിട്ടുള്ള പ്രോഗ്രാമുകളെക്കുറിച്ച് ഓർപ്പിക്കട്ടെ. എല്ലാ ബുധനാഴ്ചയും ഫോണിൽ കൂടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തപ്പെടുന്നുണ്ട്. ആ പ്രാർത്ഥനകൾ ക്രമമായി പങ്കെടുക്കുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തുടർന്നും ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 8 മണിക്ക് ഓൺലൈനായി സ്ത്രീജന സംഘത്തിന് പ്രാർത്ഥന നടത്തപ്പെടുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം രാവിലെ 7 മണിക്ക് ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ സംസർഗ ശുശ്രൂഷയും ഞായറാഴ്ച 9 മണിക്ക് ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ സംസർഗ ശുശ്രൂഷകളും നടത്തപ്പെടുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഏരിയ പ്രയറുകൾ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണിക്കാണ് നടത്തപ്പെടുന്നത്. 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് എങ്കിലും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുവാനായിട്ടുള്ള അവസരമുണ്ട്. നമ്മുടെ സഹകരണം ഈ കാര്യങ്ങൾ ഉണ്ടാകണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സ്കൂളായ ബുക്കാന ഇൻസ്റ്റിറ്റ്യൂഷൻ ഗേൾസ് ഹൈസ്കൂൾ, അതോടൊപ്പം CMS ഹൈസ്കൂൾ, ബുക്കാന TTI എന്നീ 3 സ്ഥാപനങ്ങളും ഈ കഴിഞ്ഞ വർഷത്തിലെ അവരുടെ അക്കാഡമിക് ഇയറിൽ 100% വിജയം ലഭിക്കുന്നതിന് സർവശക്തനായ ദൈവം ഇടയാക്കി. അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിച്ചതായിട്ടുള്ള എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും എല്ലാം നന്ദിയോടെ ഓർക്കുകയും അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അതിൽ ഉന്നത വിജയം ലഭിച്ചതായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ദൈവത്തിന് ധാരാളമായ കൃപ നമ്മുടെ സ്ഥാപനങ്ങളുടെ മേൽ തുടർന്നും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സ്ത്രീജന സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നുവെങ്കിലും അത് ഈ വർഷമാണ് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചത്. കുന്നങ്കരി CSI ദേവാലയത്തിന് വേണ്ടിയിട്ട് അവിടെ ഓൾട്ടറിൽ ആവശ്യമാകുന്ന വിരികൾ നൽകുന്നതിനുള്ള ക്രമീകരണം, എല്ലാ ലിറ്റർജിക്കൽ കളേഴ്സിലുമുള്ള എല്ലാ വിരികളും കുന്നങ്കരി ഇടവകയ്ക്ക് സഭയ്ക്ക് വേണ്ടി നൽകുവാനായിട്ട് സ്ത്രീജന സഖ്യത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ സാധിച്ചു. അതിനുവേണ്ടി ക്ഷണം പ്രവർത്തിച്ചതായിട്ടുള്ള സ്ത്രീജന സഖ്യത്തിൻ്റെ സെക്രട്ടറി ട്രഷറർ, മുൻ സെക്രട്ടറിയും ട്രഷറർ എന്നിവരോടുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അതിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും നൽകിയ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ കരുതാം കൈകോർക്കാം എന്നുള്ള ഒരു ചെറിയ ഫോൺ ചലഞ്ച് നമ്മൾ ഈ ദിവസത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ യുവജനങ്ങൾ അതിന്
ശക്തമായിട്ടുള്ള പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അവരുടേതായിട്ടുള്ള ചെറിയ വിഹിതങ്ങൾ 500 1000 ഒക്കെ ഉള്ള ചെറിയ വിഹിതങ്ങൾ നൽകി ഈ ഫോൺ ചലഞ്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ സ്കൂളുകളിൽ നമുക്ക് ഏകദേശം 5ഓളം എയ്ഡഡ് സ്കൂളുകളുണ്ട്. അവിടെ ഇപ്പോഴും പഠിക്കുവാനായിട്ടുള്ള സാഹചര്യമില്ലാത്ത, ഫോൺ ഇല്ലാത്തത് കൊണ്ട് പഠിക്കുവാനായിട്ടുള്ള സാഹചര്യമില്ലാത്ത വളരെയധികം കുട്ടികൾ ഇപ്പോഴുമുണ്ട്. പല പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ പല സഹായം ലഭിച്ചെങ്കിലും ഇപ്പോഴും വളരെയധികം കുട്ടികൾ അങ്ങനെയുള്ള സൗകര്യമില്ലാതെ ഭാരപ്പെടുന്നുണ്ട്. അത് ആ ഒരു ചിന്തയാണ് ഇത് ഏറ്റെടുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ യുവജന പ്രസ്ഥാനം കരുതാം കൈകോർക്കാമെന്നുള്ള ഒരു പദ്ധതിയിലൂടെ ഒരു ഫോൺ ചലഞ്ച് നടത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ നാളുകളിൽ യുവജനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനോട് ചേർന്ന് അതിനുവേണ്ടി സഹായം നൽകുവാനായിട്ട് ഇടവാങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയെയോ അല്ലെങ്കിൽ ഇടവ വികാരിമാരെയോ പ്രത്യേകം അറിയിക്കാവുന്നതാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള എല്ലാ യുവജന അംഗങ്ങളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇതുവരെയും അതിനു വേണ്ടുന്ന സഹകരണം നൽകിയ എല്ലാ യുവജന പ്രസ്ഥാന അംഗങ്ങളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ദൈവത്തിന് ധാരാളമായിട്ടുള്ള കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവം നമ്മെല്ലാം അനുഗ്രഹത്തോടെ വഴി നടത്തുമാറാകട്ടെ.